والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട SSF നേതാക്കളെ, ക്യാമ്പസ് മേഖലകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മൊത്തം മാതൃകയായി വിപ്ലവാത്മകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന SSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മുഴുവനും, അഥവാ ജീവിതത്തിലെ നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ അധ്യാപനങ്ങൾ, അധ്യയനങ്ങൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ കണ്ടുമുട്ടലുകൾ, നമ്മുടെ കർമ്മങ്ങൾ, സംസാരങ്ങൾ, മീറ്റിങ്ങുകൾ, അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബറക്കത്തുള്ള ജീവിതമാക്കി മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ഒത്തുകൂടലുകളിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി വലിയ അഭിവൃദ്ധി നേടാൻ നമുക്കും നമ്മുടെ മറ്റ് പ്രവർത്തകർക്കുമൊക്കെ അവസരം അല്ലാഹു തആല ഏറ്റി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പശ്ചാത്തലം എന്നെക്കാളും കൂടുതൽ ബോധമുള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അത് സംബന്ധമായി ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന SSFന്റെ നേതാക്കൾ നിർബന്ധിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ സാധാരണ എല്ലാ അടവുകളും മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ആളാണ് ഞാനെങ്കിലും, പക്ഷേ ഇന്ന് എന്തോ എനിക്ക് അതിന് സാധിച്ചില്ല. ഞാൻ ഒഴിഞ്ഞു മാറുന്നത് എന്റെ വല്ല സെൽഫിഷ്നെസ് കൊണ്ടുമാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് മാത്രം പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ഒരു പരിപാടിക്ക് വരുന്നത് കാരണമായി മർക്കസിലെ ഉച്ചക്ക് മുമ്പായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട 5 ക്ലാസുകൾ ഇന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. ആ മൊത്തം 5 ക്ലാസുകളിലൂടെയും ഇന്ന് ഞാൻ അഭിസംബോധന ചെയ്യേണ്ട 1300 കുട്ടികളുടെ ക്ലാസ്സാണ് മുടങ്ങുന്നത്. ഞാൻ പൊതുവെ വർക്കിംഗ് ഡേയ്സിൽ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പരിപാടിക്ക് നമ്മുടെ സംഘടനാ നേതാക്കൾ തന്നെ ക്ഷണിച്ചാൽ പോകാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. പ്രത്യേകിച്ച് മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാവരും നേതാക്കളാണ്. അവരൊക്കെയും പല പരിപാടിക്കും നിർബന്ധമായും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവരുമാണ്. ഈയിടെ നമ്മുടെ സമസ്ത മുശാവറ അതിലേക്ക് പുതിയ അംഗങ്ങളെ എടുക്കാനുള്ള ഒരു ചർച്ച നടത്തിയപ്പോൾ മർക്കസിൽ നിന്ന് തന്നെ 1-2 ഉസ്താദുമാരുടെ പേരുകൂടി നിർദ്ദേശിക്കപ്പെട്ട അവസരത്തിൽ ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുശാവറയുള്ള ദിവസം മർക്കസിലെ ശരീഅത്ത് കോളേജിന് ലീവ് കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് എടുക്കേണ്ട എന്ന്, ആ ശരീഅത്ത് കോളേജിലെ പ്രവർത്തനം മുടങ്ങരുത് എന്ന താല്പര്യം കൊണ്ട് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ ശൈഖുന ഉസ്താദ് അവറുകൾ പറഞ്ഞു, സംഗതി ശരിയാണ്, മുടങ്ങും, പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഒരു മീറ്റിംഗ് അല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ആ മുടങ്ങുന്നത് നോക്കിയാൽ പറ്റൂല എന്ന് പറയുക.
അതുപോലെ ഈ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ക്ലാസ് മുടങ്ങും എന്നത് വലിയ നഷ്ടമാണ് എന്ന കാരണത്താലാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെ പരിപാടിക്ക് പ്രത്യേകിച്ചും വർക്കിംഗ് ഡേയ്സിൽ തീരെ പോകാനാവൂല എന്ന് തീരുമാനിച്ചു. ഞാൻ തന്നെ പ്രസിഡന്റായ ഒരു സ്ഥാപനമുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ, നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത് കീശ്ശേരി കുഴിമണ്ണ ഇസ്സത്തുൽ ഇസ്ലാം കോംപ്ലക്സ്. അതിന്റെയൊക്കെ ഭാരവാഹികൾ നമ്മുടെ ബഷീർ സഖാഫിയും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. ഇസ്ഹാഖ് മാസ്റ്റർ ഇവിടെ ഇല്ലേ? ഇസ്ഹാഖ് മാസ്റ്റർ അവിടെ ഒരുപാട് പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ഇന്നലെ അവര് എന്നോട് പറഞ്ഞു, ഉസ്താദ് നിർബന്ധമായിട്ടും കൂടേണ്ട ഒരു മീറ്റിംഗ് അനിവാര്യമായി വന്നിരിക്കും. ഞാൻ പറഞ്ഞു, രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ വെള്ളിയാഴ്ച സർക്കാർ കലണ്ടറിൽ ലീവുള്ള ദിവസം ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് എന്നെ അറിയിക്കുക. അതല്ലെങ്കിൽ നോമ്പല്ലാത്ത ദിവസങ്ങളിൽ സർക്കാരിനും നമ്മുടെ ശരീഅത്ത് കോളേജിനും കൂടി ലീവുള്ള മറ്റേതെങ്കിലും ഒരു ദിവസം. ഞാൻ അങ്ങനെ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ സമസ്ത മുഷാവറ മെമ്പറാണ് എന്നൊക്കെയാണ്. അത് തെറ്റാണ് എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ എന്റെ സ്ഥാനം അതിനേക്കാൾ കൂടുതൽ കാണുന്നത് നിങ്ങളെപ്പോലെ ഒരു റെഗുലർ സ്റ്റുഡന്റാണ് ഞാൻ എന്നതുകൊണ്ട്. എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാണ് വെറുതെ റെഗുലർ സ്റ്റുഡന്റ് ആകാൻ നിന്നത്? ഞാൻ മറുപടി പറയുന്നത്, മർക്കസിലെ മറ്റുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കി കുടുംബം പോറ്റാനുള്ള ഒരു മാർഗവും കൂടി അവർ കാണിച്ചു തരികയാണെങ്കിൽ മുഴുവനായിട്ട് ഇനി ശിഷ്ടകാലം മുഴുവനും അങ്ങനെ ഒരു വിദ്യാർത്ഥി ആകണം എന്നതാണ് എന്റെ താല്പര്യം. പക്ഷേ മർക്കസ് ഒരു ലിമിറ്റ് വരെ എനിക്ക് വിദ്യാർത്ഥിയാകാനുള്ള സമ്മതം തന്നതുകൊണ്ട് ഞാനിപ്പോൾ ത്രിവത്സര LLB ക്ലാസ്സിലെ 3rd സെമസ്റ്ററിലെ ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആളുകൾ എന്നെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പരിചയപ്പെടുന്നതും പരിചയപ്പെടുത്തുന്നതുമാണ് ഇഷ്ടം. അതിനൊരു പക്ഷേ ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ എത്ര വലിയ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒരു കുട്ടിത്വം അവരിൽ മറ്റുള്ളവരൊക്കെ എന്തായാലും കാണും. അതുകൊണ്ട് തന്നെ അരുതാത്തതാണ് എന്ന് എല്ലാവർക്കും അഭിപ്രായമില്ലെങ്കിലും ചിലർക്ക് മാത്രം അരുതാത്തത് എന്ന് അഭിപ്രായമുള്ള വല്ല സംഗതിയും ഒരു വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായാൽ ആസ് എ സ്റ്റുഡന്റ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ചെറിയൊരു എക്സ്ക്യൂസ് അവിടെ കിട്ടുമല്ലോ എന്നുള്ളതാണ്. അതേസമയം മുഷാവറ മെമ്പർ എന്നുള്ള നിലക്കായാൽ നടക്കുന്നോടത്തും ഇരിക്കുന്നോടത്തും സംസാരിക്കുന്നോടത്തും മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും ഒരളവോളം വിദ്യാർത്ഥികൾക്കുള്ളതിനേക്കാൾ കവിഞ്ഞ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം മോഹിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി എന്നുള്ള പരിചയപ്പെടലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, എനിക്ക് ശരീഅത്ത് കോളേജിന് ലീവ് വെള്ളിയാഴ്ചയാണ്. പക്ഷേ അന്ന് ലോ കോളേജിന് ലീവില്ല. ലോ കോളേജിന് ലീവുള്ളത് ഞായറാഴ്ചയാണ്. പക്ഷെ അന്ന് ശരീഅത്ത് കോളേജിലും ലീവില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരോട് തന്നെ പറഞ്ഞേക്കുകയാണ്, ഇനി എന്നെ പണ്ടത്തതുപോലെ അങ്ങനെ കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് വീട്ടിൽ വരാൻ കിട്ടണം എന്ന് വാശി പിടിച്ചാൽ പറ്റൂല. ഞാൻ വല്ലപ്പോഴും ഒക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ വരും. അതുപോലെ തന്നെ എനിക്ക് പോകണം എന്ന് അത്യാവശ്യമുണ്ടാകുമ്പോൾ ഞാൻ പോകും. ഇതിലപ്പുറം ഒരു നിർബന്ധമായ വരവ്, ഒരു നിർബന്ധമായ പോക്ക് ഇതൊന്നും പ്രതീക്ഷിച്ചുകൂടാ എന്നാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് വരെ പറഞ്ഞത്. അതുപോലെ ഞാൻ ഇപ്പോ ഞങ്ങളുടെ നേതൃത്വത്തിൽ കീശ്ശേരി അങ്ങാടിയിൽ ബഷീർ സഖാഫിക്കറിയാം, ഞങ്ങള് ഒരു സുന്നി മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാരുടെ, സാദാത്തുക്കളുടെ, നേതാക്കളുടെ, പ്രവർത്തകരുടെ എല്ലാം ആരോഗ്യം വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കൊക്കെയും നമുക്കും അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അത് മറ്റ് രണ്ടിനേക്കാളും പ്രധാനമാണ്. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് കുറ്റിയടിച്ചു. അൽഹംദുലില്ലാഹ്, കീശ്ശേരിയിൽ നിന്ന് തന്നെയുള്ള ഒരു സുന്നത്തിയമായത്തിന്റെ മുഹിബായ ഒരാൾ
പള്ളി ഉണ്ടാക്കിത്തരാം എന്ന് ഏറ്റു. ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് കച്ചവടത്തിലും ബിസിനസ്സിലും കുടുംബത്തിലും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയും അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒരേ ദിവസം ഒരേ അടുത്തടുത്ത സമയങ്ങളിലായി ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ കൊണ്ട് കുറ്റിയടുപ്പിച്ചതാണ്. രണ്ടും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി അദ്ദേഹത്തിനും നമ്മുടെ സുന്നി സമൂഹത്തിനും ഒക്കെ നല്ല കണ്ണു കുളിർമയാകുന്ന ഒരവസ്ഥ അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്നുകൂടി ഞാൻ ഇടക്ക് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ പള്ളിയുടെ പണി വളരെ പ്രധാനമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വേദിയിൽ അതിന് സഹായിച്ച ആളെ അനുസ്മരിക്കുന്നതും ദുആ ചെയ്യുന്നതും തന്നെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. പക്ഷെ അതിന്റെ പണിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ പോലും ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. വളരെ അത്യാവശ്യമുള്ള സമയമാണെങ്കിൽ വിളിക്കാം, പറയാം. പക്ഷെ ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും, വരൂല എന്ന് പറഞ്ഞാൽ പിന്നെ വരാൻ സാധിക്കൂല. അപ്പം നിങ്ങൾക്കൊരു പക്ഷേ തോന്നും മൂപ്പർക്ക് നമ്മളെ സംഘടനയോട് താല്പര്യം കുറവാണോ? തോന്നണവർക്ക് തോന്നുകയല്ലാതെ എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല എന്ന് എന്നെ പറഞ്ഞത്. കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് ഞാൻ വരൂല എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ പറഞ്ഞ് ബഷീർ സഖാഫി കൂടി ശ്രദ്ധിക്കാനാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളോടൊക്കെ പറയും നമ്മൾ ഒരു വിഷയത്തിനും കിട്ടൂല ചുള്ളിക്കോടിനെ. അപ്പൊ എന്നെ കിട്ടാത്തതിന്റെ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, സമസ്ത മുശാവറയിൽ ഏതെങ്കിലും ഒരാൾ എന്നെ പോലെ മുതഅല്ലിമുണ്ടോ? എല്ലാവരും വലിയ വലിയ ഉസ്താദുമാരാണ്, ഞാൻ മാത്രമേ ഒരു മുതഅല്ലിമുള്ളൂ. അതുപോലെ പല വിഷയങ്ങളിലും എനിക്ക് എന്റേതായ പരിമിതിയുണ്ട്. ഡയബറ്റിസ് അഥവാ എന്റെ ഷുഗർ ലെവല് 450 മേലെയായിരുന്നു. മൂത്രത്തിൽ 2.5 ആയിരുന്നു. ഞാൻ വെച്ചിരുന്ന കണ്ണടയുടെ കനം -12 ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ എന്റെ ഷുഗർ ലെവൽ 450 നിന്ന് ആഫ്റ്റർ ഫുഡ് അഥവാ PP ഭക്ഷണം കഴിച്ചതിന് ശേഷം 165 ആയി. അതുപോലെ വെറും വയറ്റിൽ ഫാസ്റ്റിങ്ങിൽ അത് 130, 125 ആയി. കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. -12 കണ്ണട വെച്ചിരുന്ന ഞാന് ഇന്നെനിക്ക് ഡ്രൈവ് ചെയ്യാനോ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ഒന്നും കണ്ണടയില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെയൊക്കെ ദുആ, അതുപോലെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ച ചില നിർബന്ധമായ ചിട്ടകൾ, നമ്മുടെ ഉസ്താദുമാരുടെയും മറ്റുമൊക്കെ അനുഗ്രഹാശിസുകൾ, ഇതെല്ലാം കൂടിയത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ചിട്ട വിട്ടാൽ അതുകൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ വരും. അത് എന്റെ ക്ലാസിനെ, ദർസിനെ, യാത്രയെ എല്ലാം ബാധിക്കും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നിയന്ത്രണത്തിൽ ഞാൻ എത്തിച്ചേർന്നത് എന്നുകൂടി ഞാൻ എന്നെപ്പറ്റി പറയുന്നതിന്റെ ഭാഗമായി നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ വിവിധ കലാലയങ്ങളിൽ നിന്ന്, വിവിധ ക്യാമ്പസുകളിൽ നിന്ന് SSF എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ടിരിക്കും. SSFന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ദൗത്യം ഇന്ന് ലോകത്ത് വല്ലതുമുണ്ടോ? ഞാനൊരു ചോദ്യം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കാരണം നമുക്കറിയാം, വിദ്യാർത്ഥി സംഘടനകൾ, there are so many students organizations, there are so many universities, there are so many campuses, and also all the other systems are there. നമുക്ക് ഇന്ന് ലോകത്ത് എല്ലാം ഉണ്ട്. എന്തിന്റെ കുറവാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? നിയമത്തെപ്പറ്റി ഞങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നിയമത്തെപ്പറ്റി പഠിച്ചപ്പോൾ, പഠിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ നിയമവും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത നിയമവും അഥവാ ഡിവൈൻ ലോയും മാൻമെയ്ഡ് ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ആലോചിക്കേണ്ട ചില സന്ദർഭങ്ങൾ എന്റെ പഠനത്തിനിടയിൽ തന്നെ ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു, എന്താണ് ഈ വ്യത്യാസം? അതേ വ്യത്യാസം, നമ്പർ 1, മാൻമെയ്ഡ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചുകൊണ്ട്, ഓരോ സമൂഹം വളർന്നു വരുന്നതിനനുസരിച്ചുകൊണ്ട്
അവിടത്തെ സുപ്രീം ലീഡർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ ആരാണോ അവർക്ക് ജനങ്ങളെ തൽക്കാലം നിയന്ത്രിച്ച് നിർത്താൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഈ ചിന്തയിലാണ് മനുഷ്യനിർമ്മിത നിയമങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഈ അടുത്ത കാലം വരെ ആധുനിക നിയമം രൂപപ്പെട്ടു വരുന്നത് കേവലം 19-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് ജുറിസ്പ്രുഡൻസിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഞാനിവിടെ പറയുന്നത് ആദ്യം നിയമം രൂപപ്പെട്ടു വന്നതിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ, അത് നമ്മൾ നാഗരികതയുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഹാരപ്പൻ, മോഹൻജദാരോ അല്ലെങ്കിൽ സിന്ധു സിവിലൈസേഷൻ, അതുപോലെ തന്നെ കൂട്ടത്തിലേക്ക് മെസൊപ്പൊട്ടേമിയനും ഈജിപ്ഷ്യനും ചൈനീസും ഈ സിവിലൈസേഷന്റെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് അവിടെയൊക്കെ പൊളിറ്റിക്കൽ സുപ്രീമിന് തന്റെ പ്രജകളെ, തന്റെ നാട്ടിലുള്ള ആളുകളെ എങ്ങനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്ന ചിന്തയിൽ നിന്നാണ് നിയമങ്ങൾ രൂപപ്പെട്ടത് എന്നാണ്. ഈ 19-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് ഈ ലോ മേക്കേഴ്സ് മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കാൻ തുടങ്ങിയത്. നിലവിലുള്ളവരെ നിയന്ത്രിച്ച് നിർത്താൻ മാത്രം പോരാ, നിലവിലുള്ള ആളുകളും വരുന്നവരും ഫ്യൂച്ചറിൽ അവര് എങ്ങനെ ആകണം, എന്താകണം, ആ രൂപത്തിൽ ഫ്യൂച്ചറിലേക്ക് കൂടി നോക്കിക്കൊണ്ട് നിയമം നിർമ്മിക്കണം എന്ന ചിന്ത ഈ ആധുനിക ലോകത്ത് ആരംഭിക്കുന്നത് തന്നെ 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി തൽക്കാലം അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാര് രൂപീകരിച്ച നിയമങ്ങൾക്കാണ് മാൻമെയ്ഡ് ലോ എന്ന് പറയുന്നത്. അത് മനുഷ്യന്മാര് ഉണ്ടാക്കുന്നവരുടെ ദീർഘദൃഷ്ടിയും അനുഭവവും പരിചയവും ഒക്കെ അനുസരിച്ച് അതിൽ വ്യതിയാനം വരും. അത് കുറച്ചു കഴിയുമ്പോഴേക്ക് മാറ്റേണ്ടി വരും. അമെൻമെന്റ് നടത്താൻ വേണ്ടിയിട്ട് മറ്റ് കമ്മിറ്റികളെയോ കമ്മീഷനുകളെയോ വെക്കേണ്ടി വരും. നമുക്കറിയാം ആധുനിക നിയമങ്ങളിൽ പലതും ആ നിയമം എഴുതി വെച്ചവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പലവട്ടം മാറ്റി എഴുതൽ ആവശ്യമുള്ളതായി വന്ന ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ ശരീഅത്തുല്ലാഹ്, അള്ളാഹുവിന്റെ നിയമം, അത് അള്ളാഹുവിൻ്റെതാണ് എന്നത് തന്നെയാണ് വ്യത്യാസം. പ്രപഞ്ചത്തെ കേവല ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹ്, പ്രപഞ്ചത്തെപ്പറ്റി എല്ലാം അറിയുന്ന അള്ളാഹ്, പ്രപഞ്ചത്തിന് എല്ലാ കഴിവും കൊടുക്കുന്ന അള്ളാഹ്, ചുരുക്കി പറഞ്ഞാൽ എല്ലാ കഴിവും, എല്ലാ അറിവും, എല്ലാ വിശദീകരണവും എല്ലാം സ്വന്തമായുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഫ്യൂച്ചറും പാസ്റ്റും അതുപോലെ തന്നെ പ്രസന്റും ഇവക്കിടയിലൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാം എപ്പോഴും ഒരേ അളവിൽ പൂർണ്ണമായി വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്ന, അറിയുന്ന ആ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവനുണ്ടാക്കിയ നിയമം, അവന് ഭാവിയിൽ എന്തൊക്കെയാ വരാൻ പോകുന്നത് എന്ന് നേരത്തെ അറിയാം. അവന് ഈ നിയമം നടപ്പാക്കുന്ന ആളുകളുടെ കഴിവുകേടും അറിയാം. അവന് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ കോംപ്രിഹെൻസീവാണ്, എക്സോസ്റ്റീവാണ്, അത് സമഗ്രമാണ്, അത് പെർമനന്റ് ആണ്, അത് കൺസിസ്റ്റന്റ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്, അതിന് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് നിയമവിദഗ്ധന്മാരിൽ ശരിയായി കാര്യങ്ങളെ വിലയിരുത്തിയവരൊക്കെ പറഞ്ഞത്. ഞാനിത് എന്തിനാ പറയുന്നത് എന്നറിയാമോ? ഞാനൊരു ചോദ്യം തുടക്കത്തിൽ ചോദിച്ചു. SSFകാർ തന്നെ നേതൃത്വം നൽകേണ്ടതായി ഇന്ന് ലോകത്ത് വല്ലതും അവശേഷിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി പറയാനുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തി വന്നത്. ലോകത്ത് ഇന്ന് സമാധാനമില്ല എന്നതിന് തെളിവുകൾ നിരത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ലോകത്തിന് സമത്വത്തിന്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെയും മാത്രമല്ല ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യത്തിന്റെ സമത്വത്തിന്റെയും കൂടെ സാഹോദര്യത്തിന്റെയും കൂടി മുദ്രാവാക്യം ലോകത്തിന് പഠിപ്പിച്ചത് ഫ്രഞ്ച് ജനതയാണ് എന്നാണ് നമ്മളൊക്കെ ചരിത്രത്തിൽ വായിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ, ന്യൂയോർക്കിൽ ചെന്നാൽ അവിടെ വലിയ ഒരു സ്തംഭം കാണാം. എന്താ സംഭവം? ഫ്രഞ്ച് ജനത ഉയർത്തിപ്പിടിച്ച ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന
അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ശിലകളെ അമേരിക്കൻ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ ഇന്നും നിങ്ങൾക്ക് ന്യൂയോർക്കിൽ ചെന്നാൽ വലിയ ഒരു സ്തംഭം തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ആ ഫ്രഞ്ച് ജനതയെ മുഴുവൻ ഞെട്ടിക്കുന്ന രൂപത്തിൽ സോഷ്യലിസ്റ്റ് പ്രസിഡന്റായ ഫ്രാൻസോ ഹൊളാണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരവസ്ഥയിൽ കഴിഞ്ഞയാഴ്ച പാരീസിൽ സ്ഫോടനം നടന്നു. എന്നാൽ ഇന്നലെ സ്ഫോടനം നടന്നത് മാലിയിലാണ് എന്നേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്, അല്ലെങ്കിൽ പശ്ചിമാഫ്രിക്കൻ രാജ്യമാണ് എന്നുകൂടി ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ പാരീസിൽ രണ്ടാമതൊരു ബോംബ് സ്ഫോടനം നടന്നു എന്ന് വേണം അന്താരാഷ്ട്ര വാർത്തകൾ നിരീക്ഷിക്കുന്ന ആള് അതിനെ വിധിയെഴുതാൻ. ഞാൻ എന്തുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? മാലിയുടെ തലസ്ഥാനമായ ബമാക്കോയിലും ചരിത്രപ്രസിദ്ധമായ പട്ടണമായിരുന്ന തിംബുക്തുവിലും അതുപോലെ തന്നെ ഗവോമിലും അങ്ങനെ തുടങ്ങി മാലി എന്ന് പറയുന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളുടെ 25 സിറ്റികളിലും പ്രാന്തപ്രദേശങ്ങളിലും സെക്യൂരിറ്റി അവൈലബിൾ ആക്കുന്നത് ആരാണെന്നറിയാമോ? ഫ്രഞ്ച് സേനയാണ് വർഷങ്ങളായിട്ട്. എന്ന് പറഞ്ഞാൽ ആ ആഫ്രിക്കൻ രാജ്യത്തൊരക്രമമുണ്ടായാൽ അതൊരു ആഫ്രിക്കൻ സൈന്യത്തിനെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഗവൺമെന്റിനെയോ ലക്ഷ്യമിട്ടുകൊണ്ടല്ല, മറിച്ച് നമ്പർ 1 അത് ആ ഫ്രാൻസിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അക്രമമാണ്. അതിനു പുറമെ അവിടെ നടന്നത്, ഇന്നലെ നടന്ന അക്രമം എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണ്. റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഹോട്ടൽ ശൃംഖല ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടേതാണ്. അപ്പോൾ ഫ്രാൻസിനെയും അമേരിക്കയെയും ഒറ്റയടിക്ക് അടിച്ചതാണ് ഇന്നലെ നമ്മൾ കണ്ട മാലിയിൽ നടന്ന സംഭവം എന്ന് അതിനെ വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഞാൻ ഈ പറയുന്നത് എന്തിനാണ്? ലോകത്തെ വൻശക്തികൾ പോലും ഞെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ പ്രവർത്തനം കൊണ്ട്. അതിന്റെ പിന്നിലെ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിലെ കണ്ണികൾ, അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ, അതുപോലെ അവർക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ശക്തികൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളോടല്ല, അത് മറ്റു ചില ആംഗിളുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ അതിനു വേണ്ടിയല്ല പറഞ്ഞത്. കഴിഞ്ഞയാഴ്ച തന്നെ നമുക്കറിയാം, ഈജിപ്തിലെ ഷർമുഷൈഖിൽ നിന്ന് പുറപ്പെട്ട റഷ്യൻ വിമാനം ആകാശത്ത് വെച്ച് തകർന്നു. അവിടെയും 200-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിനും മുമ്പ് ഫ്രാൻസിൽ തന്നെ ഷാർലി എബ്ദോ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ കേന്ദ്രത്തിൽ വലിയ അക്രമം നടന്നു. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, യൂറോപ്പുമായി ഏറ്റവും കൂടുതൽ ചങ്ങാത്തമുള്ള ടുണീഷ്യയുടെ തലസ്ഥാനമായ ടുണീഷ്യയിൽ നിന്നും അകലെയല്ലാത്ത സൂസ എന്ന് പറയുന്ന നഗരത്തിൽ വലിയ അക്രമം നടന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യന്മാർ മുഴുവൻ വളരെ വലിയ ഭീതി നേരിടുകയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ നമുക്കറിയാം, ആട്ടിറച്ചി കഴിച്ചതിന്റെ പേരിൽ ആടിനെ പട്ടിയാക്കുക എന്ന ശൈലി മാറി ആടിനെ പശുവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും പാവം അഖ്ലാഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ളവരാൽ, തീവ്രവാദി ഹിന്ദുക്കളാൽ കശാപ്പ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും നടക്കുന്ന പലതരം പ്രക്രിയകൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പല രീതിയിൽ പുരോഗമിക്കുന്നു എങ്കിലും, പക്ഷേ ഒരൊറ്റ കാര്യം, ഇവിടെ മനുഷ്യന് ഇല്ലാത്തത്, നഷ്ടപ്പെടുന്നത് സമാധാനം മാത്രമാണ്. ഇത് തെളിയിക്കാൻ കുറെ ആവശ്യങ്ങൾ, ഇനി ഉദാഹരണങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാൻ കഴിയും. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്. ലോകത്ത് എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ കുറവുള്ളത്, ഇല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നത്, ഉണ്ടാകാൻ വേണ്ടി എല്ലാവരാലും ആഗ്രഹം പ്രകടിപ്പിക്കപ്പെടുന്നത്
ആഗ്രഹമുണ്ടെങ്കിലും വല്ലാതെ അതിനുവേണ്ടി മനുഷ്യന്മാര് സാഹസപ്പെടാൻ തയ്യാറാകാത്തത് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, സമാധാനമാണ്. നമുക്കറിയാം, ബർണാഡ് ഷാ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ഇഫ് എ മാൻ ലൈക്ക് മുഹമ്മദ് to assume the dictatorship of the present world, he can only bring the much needed peace and happiness to the world. ഇത് ബർണാഡ് ഷാ പറഞ്ഞൊരു വരിയാണ്. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ദി മച്ച് നീഡഡ് പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനറിയാം, നമുക്കറിയാം, ലോകത്ത് സമാധാനം നിലനിർത്താൻ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. മിലിറ്ററി അതിൽപ്പെട്ടതാണ്, പോലീസ് സമ്പ്രദായം അതിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ ഗവൺമെന്റുകളും ജുഡീഷ്യറിയും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. കോടതികളുടെ കുറവില്ല, നിയമനിർമ്മാണ സഭകളുടെ എണ്ണത്തിൽ കുറവില്ല, മിലിറ്ററിയുടെ കുറവോ മിലിറ്ററി എക്യുപ്മെന്റ്സിനോ കുറവില്ല, എല്ലാമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ വിദ്യാഭ്യസിപ്പിക്കാൻ ആവശ്യമായ തരത്തിൽ സർവകലാശാലകളുടെ എണ്ണം പെരുകുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും എത്രയോ സർവകലാശാലകളുണ്ട്. പണ്ടൊക്കെ നമുക്ക് വിരല് തന്നെ മുഴുവൻ വേണ്ടിയിരുന്നില്ല കേരളത്തിൽ എത്ര സർവകലാശാലകളുണ്ട് എന്ന് പറയാൻ. ഇന്ന് നമ്മുടെ വിരലുകൾ ഒന്നായിട്ട് കൂട്ടിയാലും, കയ്യിലെയും കാലിലെയും വിരലുകൾ ഒന്നായിട്ട് കൂട്ടിയാലും കേരളത്തിലെ സർവകലാശാലകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മതിയാകാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോ സർവകലാശാലകളുടെ കുറവ് കൊണ്ടല്ല, വിദ്യാർത്ഥികളുടെ കുറവ് കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടുന്നവരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഴിഞ്ഞാടുന്നവരുടെയും എണ്ണത്തിന്റെ കുറവല്ല. എന്തിനധികം കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെപ്പറ്റി ലോകം മുഴുവൻ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കി. എന്തിനും ഏതിനും ഉടുത്തത് മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള ഒരു കാലം. അപ്പൊ പിന്നെ കുറവ് ബർണാഡ് ഷാ പറഞ്ഞതുപോലെ പീസ് ആൻഡ് ഹാപ്പിനെസ്, സമാധാനമില്ല, സന്തോഷമില്ല, ഭയവിഹ്വലമല്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരവസ്ഥ ഇന്ന് ഇവിടെ ഇല്ല എന്നതാണ് വസ്തുത. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ടാഗോർ പറഞ്ഞത് എന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരല്ലേ നിങ്ങൾ? അദ്ദേഹം പറയുകയുണ്ടായി, വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, where the knowledge is free, where the words are come out from the depths of truth, where the world has not broken up into fragments with narrow domestic walls. നോക്കൂ നിങ്ങൾ, അദ്ദേഹം കണ്ട മഹാഭാരതത്തിന്റെ അവസ്ഥ, where the mind is without fear. ഒരാൾക്കും ആരെയും ഒന്നിനെയും പേടിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു ഭാരതം. ഇന്നത്തെ ഭാരതീയന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ പേടിക്കാതെ ജീവിക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഒരുപക്ഷെ സാധിച്ചേക്കാം കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന പ്രധാന പാർട്ടിയുടെ ശിങ്കിടികളോ അല്ലെങ്കിൽ അവരുടെ സഹയാത്രികരോ ആണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റുമായിരിക്കാം. എനിക്കറിയില്ല, തീർത്ത് പറയാൻ കഴിയില്ല. പക്ഷേ മൊത്തം നമ്മുടെ ഇന്ത്യക്കാരടക്കം വലിയ പേടിയിലാണ്. ഇന്ത്യ രാജ്യത്തെ അദ്ദേഹം വിഭാവന ചെയ്തത് ആ ഒരു രീതിയിലായിരുന്നു. അതുപോലെ തന്നെ വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, മനുഷ്യന് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ഭാരതം. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, ഗുലാം അലി ബോംബെയിൽ പാടാൻ വേണ്ടി വന്നിരുന്നു. വസീം അക്രമും ഷുഐബ് അക്തറും ചെന്നൈ വരെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിന്റെ കമന്ററിക്കായി വന്നിരുന്നു. മാത്രമാണോ നിങ്ങൾക്കറിയാമോ, പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് ഷഹറിയാർ ഖാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ബോംബെയിൽ ആദ്യം വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിക്ക് പോരേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ ഗുലാം അലിയും മറ്റുമൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിപാടി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ മുഴുവൻ നിർബന്ധിതരാവുകയുണ്ടായി.
മാത്രമല്ല നേരത്തെ BJP-യുടെ കേന്ദ്ര കമ്മിറ്റികളിൽ പോലും അവരുടെ തിങ്ക് ടാങ്കുകളായി പ്രവർത്തിച്ചവർക്കെതിരെ പോലും കരിമരുന്ന് പ്രയോഗവും കറുത്ത പെയിന്റ് അഭിഷേകവും അമേധ്യാഭിഷേകവും നേരിടേണ്ടി വന്ന അവസ്ഥ ഇന്ത്യയിൽ തന്നെയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു വിമാനത്തിൽ സ്വതന്ത്രമായി പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരു ഹോട്ടലിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെന്നാൽ എവിടെ താമസിക്കും? അവിടെ നമ്മുടെ അമ്മാവന്റെ വീടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ എല്ലാ സെക്യൂരിറ്റി സ്റ്റെപ്സും എടുത്ത, എല്ലാ സെക്യൂരിറ്റി പ്രൊസീജിയറുകളും ഉള്ള വലിയ സംവിധാനങ്ങളുള്ള ഹോട്ടലിൽ പോലും നിർഭയനായി ഒരു രാത്രി പോലും കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങളിലും നഗരങ്ങളിലുമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീട്ടിൽ ഫ്രിഡ്ജിനകത്ത്, നമ്മുടെ റെഫ്രിജറേറ്ററിനകത്ത് ഒരു കഷ്ണം മാംസമോ മത്സ്യമോ സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, വൻ നഗരങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾക്ക് താമസിക്കാൻ വാടകയ്ക്കൊരു ഫ്ലാറ്റ് കിട്ടാത്തൊരവസ്ഥയാണ് എങ്കിൽ, ഞാൻ മുസ്ലിമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള വല്ല ചാരന്മാരിൽ നിന്ന് എന്റെ മതം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കശാപ്പ് ചെയ്യാനുള്ള പ്രവണത ഇതാണ് ലോകത്ത് നടക്കുന്നതെങ്കിൽ, ടാഗോർ ഒരു പക്ഷേ പണ്ട് നമ്മുടെ ഇംഗ്ലീഷ് പത്രത്തിൽ സച്ചിൻ തുടർച്ചയായി സെഞ്ചുറി നേടിയപ്പോൾ അന്നൊരു വരി എഴുതുകയുണ്ടായി ക്രിക്കറ്റ് കമന്റേറ്റർ ദ ഹിന്ദു എന്ന പത്രത്തിൽ, ഇന്ന് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ ഡങ്കൻ ഇൻ ഹിസ് ഗ്രേവ് മേ ബി സാറ്റിസ്ഫൈഡ് ബൈ വാച്ചിങ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. അതെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇന്നിങ്സ് കണ്ട് ഡങ്കൻ ഇന്ന് ഓസ്ട്രേലിയയിലെ തന്റെ ശവകുടീരത്തിൽ നിന്ന് കൈയടിച്ച് സന്തോഷിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ടാഗോർ തന്റെ ശവകുടീരത്തിനകത്തിരുന്ന് നെഞ്ചുപൊട്ടി മറ്റൊരു മരണത്തിനു കൂടി സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെയും നമ്മുടെ ഭരണകൂടങ്ങളുടെയും നമ്മുടെ കമ്മ്യൂണൽ ഫോഴ്സുകളുടെയും പ്രവർത്തനം കണ്ട് നെഞ്ചുപൊട്ടുന്നുണ്ടായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഫറൂഖ് കോളേജ് എത്ര കാലം മുമ്പുണ്ടായൊരു കോളേജാണ്. ഏതൊരു വിദ്യാർത്ഥിയും എപ്പോഴും ആഗ്രഹിക്കുന്നത്, പഠനത്തിൽ താല്പരനായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ആഗ്രഹിക്കുക എന്റെ പഠനത്തിനൊരു ഇൻകൺവീനിയൻസും ഉണ്ടാകരുത് എന്നല്ലേ. രക്ഷിതാക്കൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കൽ അങ്ങനെയുള്ള അച്ചടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യ മറ്റുള്ളവരോട് കൂടെ യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ, അതുപോലെ തന്നെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ഫോട്ടോ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയം ഞെട്ടിപ്പോയി. നല്ല ഒരു മുസ്ലിം സ്ത്രീയുടെ ഫോട്ടോ, തൊട്ടടുത്ത് നല്ല ഒരു ചെറുപ്പക്കാരനായ മുസ്ലിം. ആരും പെട്ടെന്നൊരു നോട്ടത്തിൽ അടിക്കുറിപ്പ് വായിക്കാതിരുന്നാൽ മനസ്സിലാക്കൽ ഇവര് രണ്ടുപേരും വിവാഹിതരായി എന്നാണ്. 50% റിസർവേഷന് കൂടിയായപ്പോൾ ഒരാണിനൊരു പെണ്ണ് എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ഈ കൂട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നവർക്ക് ഫറൂഖ് കോളേജിൽ അവിടുത്തെ ചില വിദ്യാർത്ഥികൾ കുഴപ്പമുണ്ടാക്കിയതും കൂടി അംഗീകരിച്ചുകൂടെ എന്ന് ഒരുപക്ഷെ ഞാൻ ചോദിച്ചാൽ അത് നിങ്ങൾ AP ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ SSFന്റെ ആളായതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം. അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു മാതാവ് തന്റെ മകൾ അന്യ ചെറുപ്പക്കാർക്കിടയിൽ ഇരുന്ന് 2 ഭാഗത്തു നിന്നും പുരുഷന്മാരാൽ ഇക്കിളിപ്പെടുത്തപ്പെടുന്ന, സഹപാഠികളായ വിദ്യാർത്ഥികളാൽ തോണ്ടപ്പെടുന്ന, അവരുടെ ഉയർച്ചയിലും താഴ്ചയിലുമൊക്കെ ഈ സഹവിദ്യാർത്ഥികൾ അളവുകോല് വെക്കുന്ന ഒരവസ്ഥ മാനമുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവിന് അംഗീകരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉമ്മക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഉമ്മ, പിതാവ്, ഉപ്പ എന്ന പ്രയോഗം മാറ്റി ഒരച്ഛൻ അംഗീകരിക്കാൻ പറ്റുമോ? ഒരമ്മ
അമ്മക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പോകട്ടെ, ഒരു ഡാഡിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു മമ്മിക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുകൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടു. ഒരു മാസം മുമ്പാണ് ദക്ഷിണ കേരളത്തിൽ ആഘോഷത്തിന്റെ പേരിൽ നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ, SSFകാരല്ല, നിങ്ങളുടെ പ്രായമുള്ള, നിങ്ങളൊക്കെ പഠിക്കുന്ന കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവര് JCB കൊണ്ടുവന്നു, ഫയർഫോഴ്സ് എഞ്ചിൻ കൊണ്ടുവന്നു, ആഘോഷം നടത്തിയപ്പോൾ ഒരു പാവപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അവിടെ ചതഞ്ഞരഞ്ഞു മരിച്ചപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസാക്ഷിക്ക് ഞെട്ടാൻ മാത്രം ആ സംഭവം മതിയായിരുന്നോ? രക്ഷിതാക്കൾ അത് കണ്ട് ഞെട്ടിയോ? അല്ലെങ്കിൽ ഇവരെയൊക്കെ വാർത്തുവിടുന്ന അധ്യാപകരും അതിനൊക്കെ സൗകര്യമൊരുക്കി സ്ഥാപനമുണ്ടാക്കുന്ന സ്ഥാപന ഭാരവാഹികളോ ഗവൺമെന്റോ ഞെട്ടിയോ? കോടതി ഇടപെട്ടു. ഫയർഫോഴ്സ് സംവിധാനങ്ങൾ വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾക്ക് എന്നല്ല ഒരാഘോഷത്തിനും നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ, ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ, ഇതിന് ഭാവിയിൽ ഫോറെവർ ഒരു സൊല്യൂഷൻ കാണാൻ ആരെങ്കിലും തയ്യാറായോ? ആരും തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങളിലുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ധാർമ്മികത ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസുകളിൽ ആ ഒരു സമാധാനവും ഹാപ്പിനെസ്സും, പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് ബർണാഡ് ഷാ പറഞ്ഞ കാര്യം നിലനിൽക്കണമെങ്കിൽ സർവോപരി നാട്ടിൽ, ജനങ്ങളിൽ, നാട്ടുകാരിൽ, ജനങ്ങൾക്കിടയിൽ, ലോകത്ത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന തത്വം അതിവിടെ നടപ്പാക്കണമെങ്കിൽ പുതിയ ഒരു സമൂഹം ജനിക്കേണ്ടിയിരിക്കുന്നു. ജനിക്കുക എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നാളെ പുറത്തു വരണം എന്നല്ല, മറിച്ച് ചാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് യുവതയെ ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തി ശരിയേത് നന്മയേതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ആ ഭാഗത്തേക്ക് ദിശാബോധം നൽകാൻ പറ്റുന്ന, അതുപോലെ തന്നെ തിന്മയുടെ ഓരം ചേർന്ന് നിൽക്കുന്നവർ ആണായാലും പെണ്ണായാലും ഏത് മതക്കാരനായാലും അവർക്ക് വേണ്ടി ചാനലുകൾ മുഴുവൻ അവരുടെ ചാനലുകൾ തുറന്നിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ പോലും നിങ്ങളിൽ നിന്ന് ജനങ്ങൾ കാത്തിരിക്കുന്നത് അതാണ് എന്ന കാര്യം ഞാൻ ഉണർത്തുകയാണ്. അവർക്കൊക്കെ ധാർമ്മികത നൽകേണ്ടതുണ്ട്, അവർക്കൊക്കെ ദിശാബോധം നൽകേണ്ടതുണ്ട്. നമ്മുടെ കലാലയങ്ങൾ ഒരിക്കലും കലാപകേന്ദ്രങ്ങളായിക്കൂടാ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യ നുകർന്നു നൽകേണ്ടതിന് പകരം വിഷം ചീറ്റുന്ന സ്ഥാപനങ്ങളായിക്കൂടാ. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മറ്റു മതക്കാരോ എന്ന വ്യത്യാസമില്ലാതെ അവരുടെ ചോരയും അവരുടെ അധ്വാനവും നൽകി സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ ഭാരതം, അത് അങ്ങനെ ഒരു പിടി തീവ്രവാദികൾക്ക് ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് നൽകിക്കൂടാ. ഇതിനെതിരെ സായുധാക്രമമല്ല വേണ്ടത്. കാരണം സായുധാക്രമം എത്ര നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പരിണിത ഫലം വളരെയധികം അപകടം നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ സായുധ ആക്രമം പ്രോത്സാഹിപ്പിച്ചുകൂടാ എന്ന് മാത്രമല്ല അനുവദിച്ചുകൂടാ എന്നതാണ് സുന്നി പ്രസ്ഥാനത്തിന്റെ നയം. അതേസമയം ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരണം നടത്തി നമുക്ക് അവരെ നന്നാക്കിയെടുക്കണം. ക്യാമ്പസുകളിൽ യുക്തിവാദം വർദ്ധിക്കുകയാണ്, അതുപോലെ നിരീശ്വരവാദം വർദ്ധിക്കുകയാണ്. പേരിന് ഈശ്വരനെ അംഗീകരിക്കുന്നവർ, പേരിന് യുക്തിവാദത്തിനെ എതിർക്കുന്നവർ പോലും, അഥവാ മതമുണ്ട് എന്ന് പറയുന്നവർ പോലും ധാർമ്മികമായി വളരെയധികം അധപ്പതിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്കാണ്. നിങ്ങൾക്കറിയില്ലേ അമേരിക്ക ആദ്യമായി ആരുടെ മുന്നിലാ തലകുനിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയെ ലോകത്തിന് നൽകാനുള്ളൂ. ഇറാനിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മുന്നിലാണ്. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെ ആഴ്ചകളോളം ആ ടെഹ്റാനിലുള്ള അമേരിക്കയിലെ എംബസിക്കകത്ത് അവരവിടെ ഗരാവോ ചെയ്ത് അവസാനം അമേരിക്കയെ കൊണ്ട് തങ്ങളുടെ അംഗീകാരം മുഴുവൻ, തങ്ങളുടെ ആവശ്യം മുഴുവൻ അംഗീകരിപ്പിച്ചതിന് ശേഷമാണ് അന്ന് വിദ്യാർത്ഥികൾ വിട്ടുപോയതെങ്കിൽ ഗോണ്ടനാമോയിലെ തടവറ
നശിപ്പിക്കാം എന്ന് പറയുന്നിടം വരെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ എത്തിയതിന്റെ പിന്നിൽ അമേരിക്കയിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായ സമാഹരണമാണ് എന്ന് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്കിൽ വെർജീനിയ ടെക് യൂണിവേഴ്സിറ്റിയിലെയും ടെക്സാസ് സർവകലാശാലയിലും അതുപോലെ തന്നെ മയാമിയിലും ഫിലാഡൽഫിയയിലും ഒക്കെയുള്ള സർവകലാശാലകളിൽ കുട്ടികൾ തമ്മിൽ തോക്കെടുത്ത് യുദ്ധം നടന്നപ്പോൾ അന്ന് സാക്ഷാൽ ബറാക് ഒബാമ ചോദിക്കുകയുണ്ടായി, ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ അമേരിക്കക്കാർക്ക് നൽകുന്ന തോക്കിൻ ലൈസൻസ് അവസാനിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. തുടർന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, തോക്കിൻ ലൈസൻസ് അവസാനിപ്പിച്ചാൽ മാത്രം പോരാ, ഈ കുട്ടികളെ മുഴുവൻ മനുഷ്യത്വമുള്ള കുട്ടികളാക്കണം. ഏതെങ്കിലും ഒരു ഏജൻസി അതിന് തയ്യാറാകുമെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ അമേരിക്കയുടെ പ്രസിഡന്റാണെന്ന നിലക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അന്നെങ്ങാനും ഈ SSFന്റെ നേതാക്കളും അവരുടെ ആവേശമായ നിങ്ങളും അമേരിക്കയിലായിരുന്നുവെങ്കിൽ ധൈര്യമായി പറയാമായിരുന്നു, മിസ്റ്റർ പ്രസിഡന്റ്, വി ആർ ഹിയർ, ദി ഫോളോവേഴ്സ് ഓഫ് SSF, ദി ലവേഴ്സ് ഓഫ് ഷെയ്ഖുന AP ഉസ്താദ്, വി ആർ റെഡി ടു ക്യാമ്പയിൻ ഫോർ ദാറ്റ് പർപ്പസ്. അതിനുവേണ്ടി ഞങ്ങളുണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ നമ്മൾ അമേരിക്കയിലല്ലല്ലോ. എന്നാലും നമുക്കറിയാം, വളരെ വേഗം വ്യതിചലിച്ചു പോകുന്ന, വഴിതെറ്റിപ്പോകുന്ന കേരള സമൂഹത്തിൽ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഇന്നുള്ള ഒരളവോളം ധാർമ്മികതയിൽ പിടിച്ചു നിൽക്കാൻ സഹായകമാക്കുന്നത്, അവർക്കതിന് പ്രേരണ നൽകുന്നത്, അവര് അധികം വഴിതെറ്റിയാൽ നിങ്ങളെപ്പോലത്തെ ധാർമ്മിക പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നും സർവകലാശാലകൾ മുഴുവൻ നിങ്ങൾ കൈയടക്കും എന്നുള്ള പേടി കൊണ്ടാണ്. അതെ, അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരെ, നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമായി സമാധാനപൂർവമായി മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ മതങ്ങളുടെ പേര് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേർ ധാർമ്മികമായി വളരെ അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ മതമുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടവരും മതമില്ലാത്ത നിരീശ്വരവാദികളും ഒരുപോലെയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മതമുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടവരും മതമില്ലാത്ത നിരീശ്വരവാദികളും യുക്തിവാദികളും ഇവരെയൊക്കെ നന്നാക്കി കൊണ്ടുവരേണ്ട വലിയൊരു ബാധ്യത, എവിടെയോ ഉള്ള ചെറിയ ഒരു ഇരുട്ടിലേക്ക് വെളിച്ചം വീശുക എന്ന ഒരു നാരോ പർപ്പസ് അല്ല നിങ്ങൾക്കുള്ളത്. മറിച്ച് അമ്പിയാക്കന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലിയുഖ്രിജഹും മിനൽ-ളുലുമാത്, ഒരുപാട് അന്ധകാരങ്ങളിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു ഇരുട്ടിൽ നിന്നല്ല, ഒരുപാട് ഇരുട്ടിൽ നിന്നും. ആ അന്ധകാരങ്ങളിൽ നിന്ന് മുഴുവൻ ജനങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ വളരെ വലിയ ക്യാമ്പയിൻ ആവശ്യമായിരിക്കും. ക്യാമ്പസിൽ നിന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആ രീതിയിൽ നിങ്ങളൊക്കെ വളരെ കൂടുതൽ ഉയരണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹ്, അന്ന് യേശു പറഞ്ഞു തന്റെ അനുയായികളോട്, ഐ ഹാവ് മച്ച് ടു ടെൽ യു, ഇനിയും വളരെയധികം പറവാനുണ്ട്. ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്, നിങ്ങൾക്കോ വഹിപ്പാനാവില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ പോകുന്നത് സത്യത്തിന്റെ ആത്മാവിനെ ഇവിടെ കസേരയിൽ ഇരുത്തിക്കൊണ്ടാണ്. അദ്ദേഹം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെയും എല്ലാവരെയും, നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ ഓർക്കണം. അല്ലാഹു തആല എല്ലാവരെയും ഇരുവീട്ടിലും ഇസ്സത്തുള്ള മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മന്ദിരായ ചുള്ളിക്കോട് ഉസ്താദിന് എല്ലാവിധ സന്തോഷവും സംഘടനയെ അറിയിക്കുന്നു. രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുന്നു. ദൈക്ഷണിക യുവത്വം ക്യാമ്പസ് മുറ്റവും എന്ന സെഷൻ റെയ്ഡ് പ്രസ് ഡയറക്ടറും കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനുമായ അലി അബ്ദുള്ള സാറ് അവതരിപ്പിക്കുന്നു.
സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടെ അലി അബ്ദുള്ള സാറ് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മക്കയുടെ അധികാരം നൽകാം. ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴി